പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. എന്തൊരു അടുപ്പമായിരുന്നു അവർ തമ്മിലെന്നുള്ളതാണ് ഈ കുടുംബം ഒരുമിച്ചിരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ട, ഒന്ന് ചിന്തിക്കേണ്ട ധ്യാനം. എന്തൊരടുപ്പമായിരുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. സ്നേഹത്തിലിങ്ങനെ വേർപെടുത്താനാവാത്ത വിധം ഒന്നിച്ചു പോയ മൂന്നാളുകൾ, ഒറ്റ ദൈവം, മൂന്നാളുകൾ. നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ ഇല്ലാതായിപ്പോയ ഇഴയടുപ്പങ്ങളെക്കുറിച്ചൊന്ന് പശ്ചാത്തപിക്കാനും അതൊന്ന് കൂട്ടിച്ചേർത്ത് വിളക്കിയെടുക്കാനുമായിട്ടുള്ളൊരു ദിവസമായിട്ട് ഇതിനെ എടുത്താൽ നല്ലതാണ്. പരസ്പരം അടുത്തവർ തമ്മിലുള്ള അകലമാണ് ഏറ്റവും വലിയ അകലമെന്ന് നമ്മൾ കവിതയൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷേ അത് കവിതയൊന്നുമല്ല, കുടുംബങ്ങളിലെ ഒരു യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നു. ഇപ്പോഴും നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മുടെ കരം പിടിച്ചൊപ്പം ഇരിക്കേണ്ടവരിൽ ആരൊക്കെയോ മിസ്സിങ് അല്ലേ? സമയമുണ്ടായിട്ടും വരാമായിരുന്നിട്ടും ഇങ്ങനെ അകന്നിരിക്കുന്ന, പ്രാർത്ഥനയിൽ പോലും ഒന്നിച്ചിരിക്കാൻ പറ്റാത്ത വിധത്തിൽ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ കൂടെ ചേർത്തിരുത്തി വേണം ഈ ആരാധനയൊന്ന് നടത്താനായിട്ട്. കർത്താവേ, ഞങ്ങളുടെ സ്നേഹബന്ധങ്ങളെ കൂട്ടി യോജിപ്പിക്കണമേ എന്ന്, അവിടുത്തെ സ്നേഹം കൊണ്ട് വിശുദ്ധീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട ദിവസം. ബോബിയച്ചനാണ് അങ്ങനെയൊരു ഓർമ്മ പങ്കുവയ്ക്കണത്. ഈ ക്രിസ്തു പിറന്ന രാത്രിയിൽ, ഒരു ക്രിസ്തുമസ് രാത്രിയിൽ ഈ പ്രപഞ്ചം മുഴുവൻ നക്ഷത്രവിളക്കുകളുടെ വെളിച്ചം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രാത്രിയിൽ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീടിൻ്റെ ഉമ്മറത്ത് മാത്രം ഒരു നക്ഷത്രത്തിൻ്റെ വെളിച്ചമില്ല. ക്രിസ്തു പിറന്നതിൻ്റെ ഒരു സന്തോഷവും അലങ്കാരവുമില്ലാത്ത വാതിലിന് മുൻപിൽ നിന്ന് അല്പം ശങ്കയോടുകൂടെ ആ വാതിലൊന്ന് മുട്ടുമ്പോൾ അകത്ത് നിന്ന് വാതിൽ തുറന്നു കിട്ടുന്നുണ്ട്. അച്ഛനകത്തേക്ക് കയറുമ്പോൾ ഒരു ചെറിയ കുഞ്ഞ്, അവിടെയുള്ള ഏറ്റവും ചെറിയ കുഞ്ഞ് വന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാൻ ആരംഭിക്കുന്നു. എന്തിനാണ് കരയണത്, എന്തുകൊണ്ടാണ് കരയണതെന്നുള്ളൊരു ചോദ്യം പോലും ഇല്ലാതെ അച്ഛൻ എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഈ പരസ്പരം ബന്ധങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ആ സ്വർഗീയ സ്നേഹം എവിടെയൊക്കെയോ വെച്ച് കൈമോശം വന്നു പോകുമ്പോൾ, കരുതേണ്ടവർ ചേർത്ത് പിടിക്കാതിരിക്കുമ്പോൾ, മനസ്സിലാക്കേണ്ടവർ കുറ്റപ്പെടുത്തി തുടങ്ങുമ്പോൾ, ഒപ്പമിരിക്കേണ്ടവർ വിധിവാചകങ്ങൾ ഉച്ചരിക്കുമ്പോൾ എൻ്റെ കുടുംബം കർത്താവെ തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ആ സ്നേഹം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട നിമിഷങ്ങൾ. കാരണം വചനം പറയും 133-ാമത്തെ സങ്കീർത്തനത്തിൽ സഹോദരങ്ങൾ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ആ 133-ാമത്തെ സങ്കീർത്തനം അവസാനിക്കുന്നത്. തുടങ്ങുന്നത് സഹോദരങ്ങൾ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണെന്ന് ചോദിച്ചുകൊണ്ട് അതിൻ്റെ അവസാനം അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. ആഗ്രഹിക്കുന്നുണ്ടോ കുടുംബത്തിന് സ്വർഗീയ അനുഗ്രഹങ്ങൾ കിട്ടണമെന്ന്, അനന്തമായ ജീവൻ കിട്ടണമെന്ന്, സ്വർഗീയ സമാധാനം കിട്ടണമെന്ന്, ശരിക്കുമുള്ള സന്തോഷം അനുഭവിക്കണമെന്ന്, വിശുദ്ധമായ സ്നേഹം കൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ആശീർവദിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ ഇങ്ങനെ ഒരുമിച്ചിരിക്കലിന് വേണ്ടിയിട്ട് ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹം കണക്കെ ഒരിക്കലും വേർപിരിക്കാൻ കഴിയാത്തത്ര സ്നേഹം കൊണ്ട് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ആശീർവദിക്കണേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് വായിച്ചു നോക്കുമ്പോൾ അറിയാം. സഹോദരങ്ങൾ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണെന്ന് കഴിഞ്ഞിട്ട് അടുത്ത വചനം ഇങ്ങനെയാണ്: അഹറോൻ്റെ താടിരോമങ്ങളിലൂടെ ഒഴുകിയിറങ്ങുന്ന അഭിഷിക്ത തൈലം പോലെ വിശുദ്ധമാണ്. ഇങ്ങനെ കൂടെയിരിക്കുന്ന സഹോദരങ്ങൾ ഒരുമിച്ചിരിക്കുന്ന, ഒരു ഈഗോയും ഇല്ലാതെ, ഒരു കുറ്റപ്പെടുത്തലും ഇല്ലാതെ, ഒരു പരാതി പറച്ചിലും ഇല്ലാതെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഹെർമോൺ മലമുകളിൽ നിന്ന് പെയ്തുറങ്ങുന്ന തുഷാരഗണം പോലെ മനോഹരമാണ് ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഇതുപോലെ മനോഹരമായൊരു കാഴ്ച ഈ ലോകത്തില്ല. ഹെർമോൺ മലമുകളിൽ ഇങ്ങനെ മഞ്ഞ് പെയ്യുന്ന കണക്ക് അത്രയ്ക്കും മനോഹരമാണ് രണ്ട് സഹോദരങ്ങൾ ചേർന്നിരിക്കുന്നത്, ഒരു കുടുംബം സ്നേഹത്തിൽ ഒരുമിച്ചിരിക്കുന്നത്. ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കുടുംബത്തെ അങ്ങയുടെ സ്നേഹം കൊണ്ട് ആശീർവദിക്കണമേ.
ചേർത്ത് പിടിക്കണമേ, ബന്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വിട്ടുപോയ സ്നേഹത്തിൻ്റെ കണ്ണികളെ വിളക്കി യോജിപ്പിക്കാൻ ഈ തിരുനാൾ കാരണമാക്കി തീർക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അനുഗ്രഹത്തിനായി അപേക്ഷിച്ചുകൊണ്ട്, ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെ സമർപ്പിച്ച് അവിടുത്തെ അനുഗ്രഹം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കുന്നതിന് വേണ്ടി എന്ന് പ്രാർത്ഥിച്ച കർത്താവിൻ്റെ പ്രാർത്ഥനകൾക്ക് മുൻപിൽ, ആ വലിയ സ്വപ്നത്തിന് മുൻപിൽ ഇപ്പോഴും അകന്നു നിൽക്കുന്ന, ഇപ്പോഴും കൂടെ ഇരിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഈ രാത്രി നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. നാളെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ പരസ്പരം ചേർത്ത് പിടിക്കുന്നത്ര സ്നേഹം കൊണ്ട് അവരെയും അതുപോലെ നമ്മുടെ ബന്ധങ്ങളെ മുഴുവനായും സ്വർഗം ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.